പാനൂർ മൻസൂർ വധക്കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയെത്തി. അക്രമത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് പിടിയിലായതെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് പിന്നിൽ CPM ബന്ധമുള്ളവരാണെന്ന് FIR-ൽ പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിതേഷ് ചേരുകയാണ്. ജിതേഷ്, അക്രമത്തിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തുക? അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ CPM ബന്ധമുള്ളവരാണ് ഉള്ളതെന്നും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസിലെ നിർണായകമായി പങ്കുവഹിച്ച ഒരാളെ കസ്റ്റഡിയിലെടുത്തതായാണ് പോലീസ് അറിയിക്കുന്നത്. എന്നാൽ അവരുടെ പേരുവിവരങ്ങൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ മൻസൂറിനെ കൊലപ്പെടുത്തിയ കേസിലെ FIR-ൽ 1 മുതൽ 11 പേരെ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ടാലറിയുന്ന 14 പേരെയും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തി മൻസൂറിന്റെ സഹോദരനെ വെട്ടിത്തെറിക്കേൽപ്പിക്കാനും ശ്രമിക്കുന്നതിനിടെ തടയുവാൻ ചെന്ന മൻസൂറിനെ വാളുകൊണ്ട് വെട്ടുകയും അതേ തുടർന്ന് ഓടിപ്പോയ മൻസൂറിനെ പിന്തുടർന്ന് ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മൻസൂറിന്റെ സഹോദരനെ ലക്ഷ്യം വെച്ചാണ് ഈ അക്രമി സംഘം വന്നത്. സഹോദരനെ ആക്രമിക്കുന്നത് കണ്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ട ആളാണ് മൻസൂറിനെയും പിന്നീട് ഇവർ അക്രമികൾ ബോംബെറിയുകയും പിന്നാലെ എത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘം വന്നതെന്നും മാരകായുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സംഘർഷവും കൊലപാതകവും ചെയ്തുകൊണ്ടാണ് ഈ സംഘം എത്തിയതെന്നും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ഇപ്പോൾ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPM-ന്റെ പ്രാദേശികമായ നേതാക്കന്മാർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടു. ഇതിൽ 1-ാം പ്രതി ഷിനോസ് ആണ്. ഷിനോസിനെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഷിനോസ് ഇപ്പോൾ ജയിലിൽ റിമാൻഡിലാണ്. 2-ാം പ്രതി രതീഷ് കഴിഞ്ഞ ദിവസം രതീഷിനെ ആത്മഹത്യ കണ്ടെത്തിയിരുന്നു. 3-ാം പ്രതി സംഗീത്, 4-ാം പ്രതി ശ്രീരാജ്, 5-ാം പ്രതി സുഹേൽ, 6-ാം പ്രതി സജീവൻ, 7-ാം പ്രതി അശ്വന്ത്, 8-ാം പ്രതി ശശി, 9-ാം പ്രതി സുമേഷ്, 10-ാം പ്രതി ജാബിർ, 11-ാം പ്രതി നസീർ എന്നിവരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ബാക്കി 14 പേർ അവരെ കണ്ടാൽ അറിയുന്നവരാണെന്നും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ 8-ാം പ്രതി ശശി കൊച്ചിയങ്ങാടിയിലെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. 10-ാം പ്രതി ജാബിർ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 5-ാം പ്രതി സുഹേൽ DYFയുടെ പാനൂർ മേഖലാ ട്രഷററാണ്. ഇങ്ങനെ പ്രാദേശികമായുള്ള CPM നേതാക്കന്മാർ ഉൾപ്പെട്ട ഒരു പ്രതിപ്പട്ടികയാണ്, അല്ലെങ്കിൽ ഇവരുടെ പേരൊക്കെയാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ജിതേഷാണ് വിവരങ്ങൾ നൽകിയത്. പാനൂരിലെ മൻസൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകത്തിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്.